എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ജന്മദിനം കടന്നു കിട്ടുന്നതുവരെ ഇറാൻ സമാധാന കരാറിനോട് മുഖം തിരിച്ചു നിന്നു? എന്താണ് അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്നും നേടിയെടുക്കാൻ ലക്ഷ്യമുണ്ടായിരുന്നത്? എണ്ണയാണോ അതോ യുറേനിയമോ? അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് നിർത്തിയെങ്കിലും എന്തുകൊണ്ട് ഇസ്രയേൽ സമാധാന ശ്രമങ്ങളോട് ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്നു? ലോകത്തിന് മുന്നിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടാവുക. നമുക്ക് നോക്കാം സമാധാനം പുലരാൻ ആഗ്രഹിക്കാത്തത് ഏത് കോണിൽ നിന്നുമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ പ്രഖ്യാപനത്തിന് പിന്നിൽ അസാധാരണമായ നയതന്ത്ര നീക്കങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട് വരുന്നത്. കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ അർദ്ധരാത്രി കഴിഞ്ഞ് പുതിയ തീയതി പിറക്കുന്നതുവരെ കാത്തിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാൻ പ്രാദേശിക സമയം ജൂൺ 14 കരാർ ഔദ്യോഗികമായി പൂർത്തിയാക്കാൻ ടെഹ്റാൻ വിസമ്മതിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ 80ാം ജന്മദിനമായിരുന്നു അന്നെന്നതാണ് അതിന് പ്രധാന കാരണം. ട്രംപിൻ്റെ ജന്മദിനത്തിൽ ഒരു ചരിത്രപരമായ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഇറാന് രാഷ്ട്രീയപരമായി തിരിച്ചടിയുണ്ടാക്കുമെന്നും അത് ട്രംപിൻ്റെ വ്യക്തിപരമായ ജന്മദിന സമ്മാനമായി നേട്ടമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും ഇറാൻ അധികൃതർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ സമയം ജൂൺ 15 ആയ ശേഷം മാത്രമാണ് സമാധാന കരാർ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള 7.5 മണിക്കൂർ സമയവ്യത്യാസം ഈ തർക്കത്തിന് ഒരു പരിഹാര മാർഗമായി മാറി. ഇറാനിൽ അർദ്ധരാത്രി കഴിഞ്ഞ് ജൂൺ 15 ആയപ്പോൾ അമേരിക്കയിൽ അപ്പോഴും ജൂൺ 14 തന്നെയായിരുന്നു. അതുവഴി ട്രംപിന് അമേരിക്കയിൽ സ്വന്തം ജന്മദിനത്തിലെ വലിയൊരു നേട്ടമായി കരാറിനെ അവതരിപ്പിക്കാനും അതേസമയം ഇറാന് സ്വന്തം നാട്ടിൽ ട്രംപിൻ്റെ ജന്മദിനത്തിൽ കരാർ ഒപ്പിട്ടുവെച്ചു എന്ന ചീത്തപ്പേര് ഒഴിവാക്കാനും സാധിച്ചു. അമേരിക്കയ്ക്ക് ഇറാൻ്റെ കയ്യിൽ നിന്നും വേണ്ടത് ഒന്നുകിൽ എണ്ണ അല്ലെങ്കിൽ യുറേനിയം തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ്റെ കൈവശമുള്ള ആ 440 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം ശേഖരം കരാറിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന പ്രധാന ഘടകമായി മാറി. മാസങ്ങൾ നീണ്ട സംഘർഷത്തിന് ശേഷം ഉപരോധങ്ങൾ നീക്കുന്നതും സൈന്യങ്ങളെ പിൻവലിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ യുറേനിയം ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാൻ US സമാധാന കരാറിനെ ഇസ്രായേൽ മന്ത്രിമാർ തള്ളിക്കളഞ്ഞത് ട്രംപിനെ തെല്ലുന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ കരാറിൽ ഇസ്രായേൽ പങ്കാളിയല്ലെന്നും അമേരിക്കയുടെ കീഴിലല്ല തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗിർ തുറന്നടിച്ചു. തെക്കൻ ലെബനിൽ നിന്നും ഇസ്രായേൽ പിന്മാറില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഒപ്പം നിന്ന് പറഞ്ഞു. ഇറാൻ US കരാറിൽ ലെബനനിലെ സൈനിക നടപടി പിൻവലിക്കുന്ന അടക്കം ഉൾപ്പെട്ടുവന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ ഏകപക്ഷീയമായ നിലപാട്. ഇനി ഇറാൻ്റെ കയ്യിലുള്ള യുറേനിയത്തിലേക്ക് പോകാം. വെറുതെയല്ല US അമൂല്യ ശേഖരത്തിൽ നിർബന്ധിച്ച് മുറുക്ക പിടിക്കുന്നത്. ഇറാൻ്റെ പക്കലുള്ള യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിച്ചതാണ്. ഈ ശേഖരം ഉപയോഗിച്ച് ഏതാണ്ട് 10 ആണവായുധങ്ങൾ വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സാധാരണ ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെറും 3 മുതൽ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മതിയാകും. എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമാണ്. നിലവിൽ ഇറാൻ്റെ പക്കലുള്ള 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആയുധ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇറാന് സാധിക്കും. ഇതാണ് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആശങ്ക. യുറേനിയം ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഇറാനുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾക്കത് വേണ്ട, അത് കൈക്കലാക്കിയാൽ ഞങ്ങളത് ഉടൻ നശിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. എന്നാൽ ഈ യുറേനിയം ശേഖരം ഒരു കാരണവശാലും വിദേശത്തേക്ക് കൈമാറില്ലെന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ വ്യക്തമായ ഉത്തരവ്. ദശാബ്ദങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ സ്വന്തമാക്കിയ ശേഖരം തങ്ങളുടെ പരമാധികാരത്തിൻ്റെ അടയാളമായും ചർച്ചകളിലെ വലിയൊരു വിലപേശ ശക്തിയുമായിട്ടാണ് ഇറാൻ ഇപ്പോഴും കാണുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുറേനിയത്തിൻ്റെ കൃത്യമായ കണക്ക് ഇതുവരെ ആർക്കും ലഭ്യമായിട്ടില്ല. ഇസ്ഫഹാനിലെ തുരങ്കങ്ങളിൽ 200 കിലോയിലധികം യുറേനിയം ഉണ്ടെന്നാണ് കണക്ക്. ബാക്കി എവിടെയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു എത്തും പിടിയുമില്ല. ഈ യുറേനിയം എളുപ്പത്തിൽ ഒളിപ്പിക്കാനും കടത്താനും കഴിയുമെന്നതിനാൽ സൈനിക നടപടികൾ കൊണ്ട് മാത്രം ഇതില്ലാതാക്കാൻ കഴിയില്ലെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും യുറേനിയത്തെ ചൊല്ലി ഇറാനിൽ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുകയാണ്. കരാർ യാഥാർത്ഥ്യമാകാൻ പ്രധാനമായും 3 നിർദ്ദേശങ്ങളാണ് അമേരിക്കയും ഇറാനും ചർച്ച ചെയ്യുന്നത്. യുറേനിയം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക, ആയുധമാക്കാൻ കഴിയാത്ത വിധം യുറേനിയത്തിൻ്റെ തീവ്രത കുറയ്ക്കുക,
ഇറാനിൽ തന്നെ കർശനമായ അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ അത് നിലനിർത്തുക. ഈ 3 സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനോടാണ് ഇറാന് താല്പര്യം. എന്നാൽ ഇറാനിൽ വെച്ച് തന്നെയാണെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെയോ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയോ സന്നദ്ധത്തിലോ മേൽനോട്ടത്തിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാനാണ് അമേരിക്കയുടെ തന്ത്രം. അതിലൂടെ ഇറാൻ്റെ ആണവായുധ മോഹങ്ങളെ തല്ലിക്കൊഴിക്കാനും വീണ്ടും പതിറ്റാണ്ടുകളും പിന്നിലാക്കാനും സാധിക്കുമെന്നാണ് US-ൻ്റെ കണക്കുകൂട്ടൽ. യുറേനിയത്തിൻ്റെ പേരിലുള്ള അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകളും ഇറാൻ്റെ അവകാശവാദങ്ങളുമൊക്കെ അത് തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം നിലനിൽക്കുകയുള്ളൂ, പുലരുകയുള്ളൂ എന്ന് ഉറപ്പാണ്. മാസങ്ങൾ നീണ്ട സംഘർഷത്തിന് അറുതി വരുത്തുന്ന കരാർ മേഖലയിൽ ഈ ചർച്ചകൾ വലിയ മാറ്റങ്ങളാണ് കരാർ കൊണ്ടുവരിക. ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി വീണ്ടും തുറന്നു കൊടുക്കും. ഇതോടെ ഇന്ധന ഊർജ്ജ വിതരണ രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകും. ആഗോളതലത്തിൽ എണ്ണ വില കുത്തനെ കുറയാനും ഇത് സഹായകമാകും. കരാർ പ്രകാരം ഇറാന് മേലുള്ള അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കും. അതുവഴി ഇറാന് തങ്ങളുടെ ക്രൂഡ് ഓയിൽ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം തിരികെ ലഭിക്കും. ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ചും ഉപരോധങ്ങൾ ഏകപക്ഷീയമായി നീക്കുന്നതിനെക്കുറിച്ചും 60 ദിവസത്തെ ചർച്ചാ നടപടികൾ ഉടൻ ആരംഭിക്കും. സമാധാന കരാറിനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിജയമായി ചിത്രീകരിക്കുന്നുണ്ട്. പ്രഖ്യാപനത്തിൻ്റെ കൃത്യമായ സമയം പോലും നയതന്ത്ര ചർച്ചകളിൽ വലിയ പ്രാധാന്യം നേടിയ ഒരു അപൂർവ സംഭവമായിട്ടാണ് ഈ അമേരിക്കൻ ഇറാൻ കരാർ മാറിയിരിക്കുന്നത്. അങ്ങനെ ട്രംപിൻ്റെ ജന്മദിനത്തിൽ അമേരിക്കയ്ക്ക് ട്രംപ് വലിയൊരു ഉറപ്പ് നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം ഇതാ അവസാനിപ്പിക്കുന്ന ഒരു കരാറിൻ്റെ ബലത്തിൽ. അതേസമയം ഇറാനാകട്ടെ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടിലും. ഇനി യുറേനിയത്തിൽ തട്ടിയാകും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ചർച്ചകൾ അതിൻ്റെ ഗതി എങ്ങോട്ട് മാറുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്.